ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ട പോലും ബാക്കിൽ മാറി നിൽക്കുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോൾ ഇതിൽ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഓരോരുത്തരും അവരവൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതിൽ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ ഒരു ഇളം ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അത് സ്പൂണ് വെച്ചിട്ട് നമുക്ക് ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മയത്തിൽ ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ച് നല്ല മയം വരുത്തിക്കുക. ഇതുപോലെ ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് കുഴച്ചെടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഇനിയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു നന്നായിട്ട് കുഴച്ചെടുക്കുന്ന ഈ ഡോവിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടയിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്കും കുറച്ച് എണ്ണ ആക്കിയിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പം നന്നായിട്ട് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് ഈ പാത്രത്തിൻ്റെ അകത്തുനിന്ന് പുറത്തെടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് റോളാക്കി എടുക്കാം. ഇതുപോലെ നല്ലോണം ഫോൾഡ് ചെയ്തിട്ട് ഇത് നല്ല നീളത്തിൽ ഒരു റോളാക്കി എടുക്കുക. എന്നിട്ട് അതിനെ ഈക്വൽ സൈസായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് ഏകദേശം ഈക്വൽ സൈസിലുള്ള പാർട്സാണ് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നാക്കി എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് തിന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ടായിട്ടല്ല, ഇത് നമ്മൾ നീളത്തിലാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. എത്രത്തോളം നമുക്ക് നീളത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ ആ ഒരു ഓവൽ ഷേപ്പ് പോലെ നല്ല നീളത്തിൽ നമ്മളിതിനെ തിന്നാക്കി എടുക്കുന്നുണ്ട്. എത്രത്തോളം ഇത് തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രയും നമ്മളിതിനെ തിന്നാക്കി എടുക്കണം. കാരണം ഈ ഡോ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ നല്ല സ്മൂത്ത് ആയിട്ട് പരത്തിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതിനെ തിന്നാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് ബാക്കി ഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് നടുവിലോട്ട് വെക്കുക. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും 2 സൈഡിൽ നിന്നും ഉള്ളിലോട്ട് മടക്കുക. ഇതേപോലെയാണ് കേട്ടോ മടക്കേണ്ടത്. നല്ല തിന്നായിട്ട് എടുത്തത് കൊണ്ട് കുറച്ചൊരു പണിയുണ്ടാവും. എന്നാലും ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം ഇത് കുറച്ചൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓൾറെഡി ഈ മൈദ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വേഗം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ പൊറോട്ടയ്ക്ക് ഉള്ളത് പോലെ ഇങ്ങനെ മടക്കിയിട്ട് ലെയർ ആക്കി എടുക്കുന്ന പോലെ ഇതേപോലെ ആക്കിയിട്ട് അടിയിലോട്ട് അതിനെ ലോക്ക് ആക്കിയിട്ട് വെക്കുക. നമ്മൾ ഇതുപോലെ എല്ലാ ഡൗവും ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒന്നെടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കോല് കൊണ്ട് പരത്താം, അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്താലും മതി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് തന്നെ ആക്കിയിട്ട് ഇത് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് വേഗം തന്നെ ചുടാനായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ ഓയിൽ എല്ലാം ഓൾറെഡി പുരട്ടിയിട്ട് എടുത്ത് വെച്ചതായതുകൊണ്ട് ഇതിൻ്റെ മേലെ ഓയിലിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേഗം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാനിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇത് തവയിലേക്ക് ഇടാം. അതിനുശേഷം ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയതും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ഈ ഒരു റൊട്ടിയുടെ മേലേക്ക് ഒഴിച്ചിട്ട് അത് തിരിച്ചും മറച്ചും ഇട്ടിട്ട്
നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി ടേസ്റ്റ് വരുന്നത് ഈ ഒരു സമയത്താണ്. നമുക്ക് വേണമെങ്കിൽ 2 സൈഡിലും ആക്കാം, അല്ലെങ്കിൽ ഒരു സൈഡിലും മാത്രം ഈ മുട്ടയും മല്ലിയിലയും കൂടി ഒന്നിച്ചാക്കിയിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പിന്നെ ഡെയിലി ചപ്പാത്തി പൊറോട്ട എല്ലാം തിന്നുന്ന ആൾക്കാർക്ക് ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസിൽ ഇതിന് ഫീഡ്ബാക്ക്